പ്രിയപ്പെട്ടവരെ, ഇന്നു നാം യാത്ര ചെയ്യുന്നത് പ്രകൃതിയുടെ മാസ്മരിക സൗന്ദര്യം നിറഞ്ഞ ബന്ദിപ്പൂർ വനമേഖലയിലൂടെയാണ്. പച്ചപ്പ് നിറഞ്ഞ കാട്ടുപാതയിലൂടെ കാട്ടാനകളെയും കാട്ടാനക്കൂട്ടങ്ങളെയും മറ്റു മൃഗങ്ങളെയും കണ്ടുകൊണ്ടുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഒരാനയെയെങ്കിലും കണ്ടാൽ മതിയെന്ന് ആഗ്രഹിച്ചു പോയ യാത്രയിൽ ഒരാനയെ മാത്രമല്ല, ഒരാനക്കൂട്ടത്തെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. റോഡരികിൽ കയ്യെത്തും ദൂരത്തായി ഒരു വലിയ കാട്ടാനക്കൂട്ടം. അവർ വളരെ ശാന്തമായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ കഴിഞ്ഞു എങ്കിലും വാഹനങ്ങൾ ഓണടിച്ച് നിർത്താൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? കുറച്ച് അപ്പുറത്തേക്ക് പോയി വീണ്ടും റിട്ടേൺ തിരിച്ചു വരികയാണ് ഉണ്ടായത്. കുട്ടിയാനയുള്ള കാട്ടാനക്കൂട്ടം വളരെ അപകടകരമായ ഒരു കാട്ടാനക്കൂട്ടമാണ്. കാരണം ആ കുട്ടിയാനയെ നമ്മൾ ആരെങ്കിലും ആക്രമിക്കുമെന്ന് കരുതിയാൽ അവ എല്ലാം ചേർന്നുകൊണ്ട് നമ്മെ അറ്റാക്ക് ചെയ്യും. എന്നാൽ ബന്ദിപ്പൂര് നാം കണ്ട കാട്ടാനക്കൂട്ടം കണ്ടോ? കാട്ടാനയുടെ മുതുകത്ത് ശരിക്ക് കാടും പൊന്തയും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചെടികൾ മുളച്ചു നിൽക്കുന്നത് പോലും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ കേരളത്തിലെ ആനകളുടെ ഒരു തലയെടുപ്പ്, ഒരു പ്രൗഢി നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. നമുക്ക് കാണുമ്പോൾ കേരളത്തിലെ ഒരാനക്കുട്ടികളെ പോലെയാണ് നമുക്ക് ഇവരെ തോന്നുകയുള്ളൂ. അവനൊന്ന് പിന്നോട്ട് വലിഞ്ഞു. എന്താണ് അവൻ്റെ ഉദ്ദേശം എന്ന് നമുക്കറിയില്ല. എങ്കിലും ഏതായാലും അവൻ്റെ ഉദ്ദേശം ദുരുദ്ദേശമാണെങ്കിൽ പരിക്ക് നമുക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അവരറിയാതെ വീണ്ടും തിരിച്ചു വന്ന് ഒന്നുകൂടി ക്യാമറയിൽ പകർത്തി. യാതൊരു പ്രകോപനവുമില്ലാതെ വനത്തിൻ്റെ സ്വാഭാവികതയിൽ ലയിച്ചു നിൽക്കുന്ന ഇവരുടെ കാഴ്ച ഏതൊരാളുടെയും ഉള്ളിൽ ഭയത്തോടൊപ്പം വലിയ കൗതുകവും ഉണ്ടാക്കും. കാട്ടിനുള്ളിലൂടെയുള്ള ഓരോ കാഴ്ചയും നമുക്ക് മനോഹരമായ ഒരനുഭവമാണ്. ഈ കാട്ടാനക്കൂട്ടത്തിനിടയിൽ ഒരു കുട്ടിയാനയും ഉണ്ട് എന്നുള്ളതാണ്. അത് തൻ്റെ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന വീഡിയോ കൂടി നാം പകർത്തുകയുണ്ടായി. ഇതേ ബന്ദിപ്പൂരിൽ മാൻകൂട്ടങ്ങൾ റോഡ് മുറിച്ച് കടക്കുന്ന മനോഹര കാഴ്ചയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.